ഇന്നല്പം ജേർണലിംഗ് ആയാലോ? ആരും സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഇത് നമ്മൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യം കേട്ടോ. ഒരു 30+ ഏജ് കഴിഞ്ഞ ആൾക്കാർ എന്തിനാ ഇത് നമ്മുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതെല്ലാം ചെറിയ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ എവിടെയോ കളഞ്ഞു പോയ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് കുറിച്ച് വെക്കാനും നമുക്കതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് ജേർണലിംഗ്. അത് മാത്രമല്ല, പലതരം ജേർണലിംഗ് ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു, ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മളെവിടെയോ മറന്നുപോയ നമ്മുടെ ലക്ഷ്യങ്ങൾ, അതൊക്കെ ഒന്ന് കുറിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഇനിയും സമയം വൈകിട്ടില്ല, നമ്മൾക്ക് ഇതിനു വേണ്ടി ഇനിയും പരിശ്രമിക്കാണ്ടെന്നത് തോന്നലെങ്കിലും നമ്മുടെ ഉള്ളിൽ വരും. ഇത് കാണുമ്പോൾ നമുക്ക് ഇനിയും ഒരു കോൺഫിഡൻസ് വരും. ഇനി എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മക്കളെയും ഭർത്താവിനെയും നോക്കി കുടുംബത്തിൻ്റെ സന്തോഷം മാത്രമല്ല, എനിക്കും ചില സന്തോഷങ്ങൾ ആവശ്യമാണെന്നൊരു തോന്നലും ഇതിലൂടെ കിട്ടും കേട്ടോ. അത് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഇത് നമ്മുടെ സ്വത്താണ്. നമുക്കിഷ്ടമുള്ളത് എന്തും നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തിൽ അവിടെ എഴുതാം. ഞാനും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ കേട്ടോ. കുറേ നാളായി ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അതിന് വേണ്ടി നല്ലൊരു ബുക്ക് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തു. അത് കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നണം. ഫസ്റ്റ് തന്നെ ഞാൻ മൈസെൽഫ്, എന്നെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ പ്രൊഫൈൽ, ഞാൻ ആരാണ്, എൻ്റെ ഏജ്, അങ്ങനെയുള്ളതാണ് ഫസ്റ്റ് ഞാൻ കൊടുത്തത്. അതിനുശേഷം എൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയാണ് ഞാൻ അതൊക്കെ ഓർത്തെടുത്തത്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടമില്ലായ്മകൾ എല്ലാം എവിടെയോ മറന്നുപോയി. ഇതിനു വേണ്ടി അതൊക്കെ ഓർത്തപ്പോൾ, ഒരു പഴയകാല ഓർമ്മകളെ ഓർത്തെടുത്തപ്പോൾ അതിനൊരു വിൻറ്റേജ് തീമാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു വിൻറ്റേജ് തീമിൽ ഞാനതങ്ങ് ചെയ്തു. ചെയ്യുന്നത് എന്തിനും ഒരു തീം ഉണ്ടാകണം, അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ, എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാനതിന് ഹേർട്ട് സൈൻ കൊടുത്തുന്നുള്ളൂ. ഇതുവരെ നിങ്ങളിത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോഴെങ്കിലും ഇത് ചെയ്തു തുടങ്ങുക. ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഇത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ നമുക്കിനി എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്കായിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജേർണലിംഗ് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും അതെന്താണെന്ന് അറിയാത്തവരും എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ നമുക്ക് ഈ ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.